ക്യൂട്ടിയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യ ക്ലാസ്സിൽ ക്യൂട്ടിയുടെ ഫസ്റ്റ് മൊഡ്യൂള് അതിന്റെ ബേസിക് തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ കോറിലേഷന് അതിന്റെ തിയറി പാർട്ട് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. 3ാമത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷന് അത് റാങ്ക് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ച്, അടുത്തത് റാങ്ക് അല്ലാണ്ട് വാല്യൂസ് തന്നാൽ ആ വാല്യൂസിൽ നിന്നും റാങ്ക് കണ്ടെത്തിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ച്. ഇത്രയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി അടുത്തത് സ്പിയർമാൻ റാങ്ക് കോറിലേഷനിൽ തന്നെ 3ാമത്തെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, റിപ്പീറ്റഡ് റാങ്ക്. എസ്സേക്ക് ചോദിച്ച ഒരു ഭാഗം തന്നെയാണ്. ഇതൊരു പുതിയ ടോപ്പിക് അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? അതുപോലെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് നോക്കാം സ്പിയർമാൻ റാങ്ക് കോറിലേഷനിൽ റിപ്പീറ്റഡ് റാങ്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. 68, 64, 75, 50, 64, 80, 75, 40, 55 ആൻഡ് 64. ഇതിന് നമുക്കറിയാം റാങ്ക് കൊടുക്കേണ്ട രൂപം. ഏറ്റവും വലിയ വാല്യൂ അതിന് 1ാം റാങ്ക് കൊടുത്തു, നെക്സ്റ്റ് 2, 3, 4 അങ്ങനെ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ എക്സ് എന്ന് പറയുന്ന ഈ ഡാറ്റ നമുക്ക് റാങ്ക് ഒന്ന് കൊടുത്തു. ഇത് റാങ്കിലെല്ലാം ഉറപ്പാണല്ലോ അല്ലെ? എങ്ങനെ റാങ്കിലാണെന്ന് മനസ്സിലാവുക? തന്ന റാങ്കിലാണ് എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? 1 മുതൽ ഉണ്ടാവും നോക്കല്ലേ? യെസ്, വെരി ഗുഡ്. 1 മുതലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓർഡറിലൊന്നും ആവില്ല, പക്ഷെ 1, 3, 4, 5 എന്നുള്ള വാല്യൂസ് ആയിരിക്കും അതിലുണ്ടാവുക. ഇത് അങ്ങനെ തരാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് റാങ്കിലല്ല കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് റാങ്ക് നൽകണം. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞാണി, ഈ എക്സ് മാത്രം എടുക്കേ, അതില് ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത് ആർക്കാണ്? 80. യെസ്, 80 എന്നുള്ളതിന് ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഇനി നിങ്ങൾ പറയും സെക്കൻഡ് റാങ്ക് ആർക്കാ കൊടുക്കണ്ടേ? 75 രണ്ടെണ്ണം ഉണ്ട്. യെസ്, അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. 75-നാണ് നമ്മൾ സെക്കൻഡ് റാങ്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യനില് 2 75 വരുന്നുണ്ട്. കറക്റ്റ് ശ്രദ്ധിക്കട്ടോ. അതായത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? 75 രണ്ടെണ്ണം വരുന്നുണ്ട്. ശരിക്കും ഇത് സപ്പോസ് ഞങ്ങളോട് ചോദിക്കാണ്, ഇതൊരു ഒന്ന് 75-ഉം ഒന്ന് 64 ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ റാങ്കുകൾ അതിൽ കൊടുക്കുക എന്ന് പറഞ്ഞാണേ. ഇപ്പൊ ഒന്ന് 75 ആണെന്ന് വെച്ചോളൂ, ഒന്ന് 74 ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ റാങ്കുകളായിരിക്കും നമ്മൾ കൊടുക്കുക? സെക്കൻഡും തേർഡും. യെസ്, വെരി ഗുഡ്. സെക്കൻഡും തേർഡും. അപ്പോ നോക്കേ, എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു? ആ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾക്ക് നമ്മൾ കൊടുക്കേണ്ട റാങ്കുകൾ, അതായത് ഇപ്പോ 75-ഉം 74 ആണെങ്കിൽ നമ്മൾ 2ാമത്തെ റാങ്കും 3ാമത്തെ റാങ്കുമാണ് കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഇവിടെ രണ്ടും 75 ആണ്. അപ്പൊ നമ്മൾ ഈ 2 റാങ്കുകളെ, അഥവാ 2ാമത്തെ റാങ്കും 3ാമത്തെ റാങ്കും കൊടുക്കേണ്ട ഈ 2 റാങ്കുകളെ നമ്മൾ അതിന്റെ മിഡിൽ വാല്യൂ കാണാണ്. അതായത് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് 2ാമത്തെ റാങ്കും 3ാമത്തെ റാങ്കുമാണ്. അപ്പൊ ഞാൻ ആ 2ാമത്തെ റാങ്കും 3ാമത്തെ റാങ്കും തമ്മിൽ ആഡ് ചെയ്തു. എന്നിട്ട് 2 വാല്യൂസ് അല്ലേ, അതിനെ 2 കൊണ്ട് ഹരിച്ചു. ഞാൻ പറയാം, കറക്റ്റ് ആയിട്ട് പറഞ്ഞേരെ. അപ്പോ 3, 2, 5/2 എന്ന് വരും. 5/2 എന്ന് പറഞ്ഞാല് 2.5 എന്ന് വരും. അതായത് ശരിക്കും ശ്രദ്ധിക്കുക, 2.5 എന്ന റാങ്ക് ആണ് 2.5. 2.5 എന്ന റാങ്ക് ആണ് ഈ 275-നും നമ്മൾ കൊടുക്കേണ്ടത്. നോക്കട്ടോ, 2.5 എന്ന റാങ്ക് ആണ് 275-നും നമ്മൾ കൊടുക്കേണ്ടത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെ റിപ്പീറ്റ് വരുമ്പോൾ എങ്ങനെ അതിന് റാങ്ക് കൊടുക്കാം എന്ന് പറയാണ്. നമുക്ക് 1ാമത്തെ റാങ്ക് കൊടുത്തതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, 80 എന്നുള്ള ഒരൊറ്റ വാല്യൂ ഉള്ളൂ. പക്ഷേ അടുത്തത് നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത് 75 എന്ന് പറയുന്ന നമ്പറിനാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. 75 രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ 2 തവണ ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ള 2 റാങ്കുകൾ എന്ന് പറയുന്നത് ഒന്ന് 2ാമത്തെ റാങ്കും അടുത്തത് 3ാമത്തെ റാങ്കുമാണ്.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് റാങ്കുകൾ തമ്മിൽ ആഡ് ചെയ്യും, 2 + 3, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യും. അതായത് ഇതിന്റെ മീൻ കാണാന്ന് പറയാം, ഇതിന്റെ മീൻ കാണാം. ഇപ്പൊ 2 3 5/2 എന്ന് നമുക്ക് കിട്ടും, 5/2 എന്ന് കിട്ടും. 5/2 കണ്ടാൽ നമുക്ക് ആൻസർ 2.5 എന്നാണ് ആൻസർ കിട്ടുന്നത്. 2.5. ആ 2.5 275ലേക്കും അപ്ലൈ ചെയ്യുക. 2.5 75നും കൊടുത്തു, ഈ 75നും കൊടുത്തു. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, 75ന് 3 തവണയാണെങ്കിലോ? സപ്പോസ് നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു 70 എന്ന് വെച്ചോളി, ഒരു 75 കൂടെ ഉണ്ട്. അപ്പൊ 75 3 തവണ വരുന്നുണ്ട് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോളൂ. അപ്പൊ 75 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 3 റാങ്കുകൾ അവിടെ കാണിക്കണമല്ലോ, 3 റാങ്കുകൾ അവിടെ കാണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ശ്രദ്ധിക്കണേ. നമ്മള് ഒന്നാമത്തെ റാങ്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് രണ്ടാമത്തെ റാങ്ക് കൊടുക്കാണ്ട്, മൂന്നാമത്തെ റാങ്ക് കൊടുക്കാണ്ട്, നാലാമത്തെ റാങ്കും കൊടുക്കാണ്ട്. ഓക്കെ, അതായത് 75 3 തവണ ഉണ്ടെങ്കിൽ കേട്ടോ, 75 3 തവണ ഉണ്ടെങ്കിൽ സെക്കൻഡ് റാങ്ക് കൊടുക്കാണ്ട്, തേർഡ് റാങ്ക് കൊടുക്കാണ്ട്, ഫോർത്ത് റാങ്ക് കൊടുക്കാണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 3 വാല്യൂം കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഡിവൈഡഡ് ബൈ എത്ര എഴുതും ഒന്ന് പറയാൻ പറ്റുമോ? ഡിവൈഡഡ് ബൈ എത്ര എഴുതും? 3. 3 എന്ന് എഴുതും. യെസ്, വെരി ഗുഡ്. അവിടെ 2 എഴുതരുത്, കാരണം 3 വാല്യൂസ് ഉണ്ട്. അപ്പോ ഇതൊന്നും ആഡ് ചെയ്യുക. 2 3 5, 5 4 9, 9/3 എന്ന് കിട്ടും. 9/3 ചെയ്താൽ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ 375നും 3 എന്ന വാല്യൂ കൊടുക്കണം. ഇങ്ങനെയാണ് റിപ്പീറ്റഡ് റാങ്ക് വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട മെത്തേഡ്. ഈ സപ്പോസ് 475 ഉണ്ടെങ്കിലോ അവിടെയും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോ രണ്ടാമത്തെ റാങ്ക്, മൂന്നാമത്തെ റാങ്ക്, നാലാമത്തെ റാങ്ക്, അഞ്ചാമത്തെ റാങ്ക് അത്രയും വരും. എന്നിട്ട് ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതും. ഈ 2.5 എന്ന് എഴുതിയത് ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ പറയണേ. ക്ലിയർ ആണോ? Clear ആണ് sir. വോയിസിൽ Clear ആണ്. ഓക്കെ, റെഡി. യെസ്. അപ്പൊ നമുക്ക് ഏതൊക്കെ കഴിഞ്ഞു അറിയോ? ഫസ്റ്റ് റാങ്ക് കഴിഞ്ഞു, സെക്കൻഡ് റാങ്ക് കഴിഞ്ഞു, തേർഡ് റാങ്ക് കഴിഞ്ഞു കേട്ടോ. 3 കഴിഞ്ഞൂണേ. ആ സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ആണ് നമ്മൾ പകുതി മുറിച്ച് 2.5 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് പറഞ്ഞാണ്, ഇനി എത്രാമത്തെ റാങ്ക് നമുക്ക് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു. യെസ്, 4 ആർക്ക് കൊടുക്കും? 68. 68ന് ഫോർത്ത് റാങ്ക് കൊടുക്കും. യെസ്. ഇനി നെക്സ്റ്റ് കൊടുക്കാനുള്ളത് ഫിഫ്ത്ത് റാങ്ക്, 5ാമത്തെ റാങ്ക് ആർക്ക് കൊടുക്കും? 64 കൊടുക്കും. യെസ്, 64. പക്ഷേ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 64 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 64 കൊടുക്കുക, പക്ഷെ പാളിയിട്ടുണ്ട്. അതായത് 3 തവണ 64 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാ 1 2 3, അങ്ങനെ 3 തവണ 64 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യെസ്. എന്നിന്റെ ചോദ്യം, 3 തവണ ഉള്ളതുകൊണ്ട് ഏതൊക്കെ റാങ്കുകളാണ് നമ്മൾ അതിൽ എടുക്കേണ്ടത് പറഞ്ഞാണ്. ഏതുവരെ നമ്മൾ എത്തി? 4 വരെ എത്തിയിട്ടുണ്ട്. പറയൂ. 5 + 6 + യെസ്, വെരി ഗുഡ്. 5 + 6 + 7, 3 റാങ്കുകൾ. ഈ 3 എടുക്കാനുള്ള കാരണം 64 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 തവണയാണെങ്കിൽ 5 6 എടുക്കുള്ളൂ. സപ്പോസ് 4 തവണയാണെങ്കിൽ 5 6 7 8 നമ്മൾ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഡിവൈഡഡ് ബൈ എത്രയാണ് എഴുതേണ്ടത്? 3. യെസ്, വെരി ഗുഡ്. 3 വാല്യൂ ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതും. ഇനി ഇത് 5 6 11 7 18, 18 ഡിവൈഡഡ് ബൈ 3 എന്ന് കാണാം. എത്ര കിട്ടും? 18/3 6 എന്ന് കിട്ടും. അതായത് എല്ലാ 64നും നമ്മൾ 6 6 6 എന്ന റാങ്ക് കൊടുക്കും. നോക്കിയേ, ഈ 64 6 എന്ന് കൊടുത്തു, ഈ 64 6 എന്ന് കൊടുത്തു, ഈ 64 6 എന്ന് കൊടുത്തു. അങ്ങനെ 64 എന്ന റാങ്ക് കൊടുത്തു. ഓക്കെ, 64 6 6 6 ഏതുവരെ റാങ്ക് കഴിഞ്ഞു? നമ്മൾ അടുത്ത എഴുതേണ്ട റാങ്ക് ഏതാണ്? 8 7. യെസ്, വെരി ഗുഡ്. 5 ഇവിടെ ഓൾറെഡി കഴിഞ്ഞ്, 6 ഓൾറെഡി കഴിഞ്ഞ്, 7ഉം കഴിഞ്ഞ്. ഇനി എഴുതേണ്ടത് 8 ആണ്. 8 ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞേ? 55. 55ന് 8 എന്ന റാങ്ക് കൊടുക്കും. നെക്സ്റ്റ് 9 ആർക്ക്? 9 50. യെസ്, 50ക്ക് 9 എന്ന് കൊടുക്കും. ദെൻ ലാസ്റ്റ് 40ക്ക്
10 എന്ന് കൊടുക്കും. കണ്ടോ 10 വാല്യൂസ് ആണ്, അതുകൊണ്ട് 10 നമ്മൾ റാങ്ക് കിട്ടും. ഒന്ന് നോക്കിയേ, ഇതാ ഇതിന്റെ ആൻസർ അല്ലേ, 4 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 1 2 3. പിന്നെ 2.5 നമുക്കറിയാം 2 ആണ്, അപ്പൊ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2.5. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കൊടുത്ത പോലെ തന്നെ. ഈ റാങ്ക് കൊടുത്തത് ക്ലിയർ ആണോ? അതായത് ഈ വാല്യൂ എക്സ് വാല്യൂവിന് റാങ്ക് കൊടുത്തത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ളതിനും അതുപോലെ നമ്മൾ റാങ്ക് കൊടുക്കണം. തൊട്ട് താഴെയുള്ള വാല്യൂസ് അഥവാ വൈ എല്ലാവരും നോക്കിയേ, വൈക്ക് നമ്മൾ റാങ്ക് കൊടുക്കാൻ പോവാണേ. ഒന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആർക്കാ കൊടുക്കുക? ഫസ്റ്റ് റാങ്ക് ആർക്കാ കൊടുക്കുക? 81. ഓക്കെ, റെഡി. 81 1 എന്ന് കൊടുക്കും. 81 1 തന്നെ ഉള്ളവരെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അപ്പൊ പ്രശ്നമല്ല. അടുത്തത് ആർക്ക് കൊടുക്കും? 70. 70 രണ്ടാമത്തെ റാങ്ക് കൊടുക്കും. നെക്സ്റ്റ് 68 തേർഡും ഫോർത്തും കൊടുക്കണം. 68 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ശ്രദ്ധിക്കണേ, 68 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ഈ 68 ചെയ്യണേ? അതെ, അതെങ്ങനെ കൊടുക്കാന്ന് റിപ്പീറ്റ് ആയി വരുമ്പോ എങ്ങനെ കൊടുക്കല്? അതൊന്നും ക്ലിയർ ആയില്ല. നല്ല പോലെ. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ വൈ എന്നുള്ളതില് ഫസ്റ്റ് റാങ്ക്, കാരണം ഏറ്റവും വലിയ വാല്യൂ 81 ആണ്, ഫസ്റ്റ് റാങ്ക് അതിന് കൊടുത്തു. തൊട്ടടുത്ത് വരുന്നത് 70 ആണ്, 70 സെക്കൻഡ് റാങ്ക് നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് 68 ആണ്, പക്ഷേ 68 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇനി നമുക്ക് കൊടുക്കാനുള്ള റാങ്കുകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ഓൾറെഡി നമ്മൾ കൊടുത്തു. ഇനി കൊടുക്കാനുള്ള 2 റാങ്കുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാണേ? 3 4 3 അല്ലെ, 3ാമത്തെ റാങ്കും 4ാമത്തെ റാങ്കും. അതായത് ഫസ്റ്റ് റാങ്ക് 81ന് കൊടുത്ത്, സെക്കൻഡ് റാങ്ക് 70ക്ക് കൊടുത്തു. ഇനി തേർഡ് റാങ്കും ഫോർത്ത് റാങ്കും ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. കാരണം 68 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. തേർഡും ഫോർത്തും ആണ് കൊടുക്കാനുള്ളത്. സപ്പോസ് ഇനി വീണ്ടും ഒരു 68 ഉണ്ടെങ്കിലോ, നമ്മൾ തേർഡ് കൊടുക്കും, ഫോർത്ത് കൊടുക്കും, ഫിഫ്ത്ത് കൊടുക്കും. 4 തവണ ഉണ്ടെങ്കിലോ, തേർഡും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും കൊടുക്കും. അപ്പൊ ഇവിടെ 2 തവണ 68 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി കൊടുക്കാനുള്ള 2 റാങ്കുകളായിട്ടുള്ള തേർഡും ഫോർത്തും കൊടുക്കുക. അത് രണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് 2 വാല്യൂസ് 2 തവണ അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുക. 4 3 7 എന്ന് കിട്ടും. 7/2 എന്ന് വരും. അതിന് ആൻസർ 3.5. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 68ന് 3.5 എന്ന് ഇവിടെയും കൊടുക്കും. അതേപോലെ തന്നെ അടുത്ത 2 68നും 3.5 എന്ന് നമ്മളിവിടെ ആഡ് ചെയ്യും. 3.5. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, ഒന്നുകൂടെ പറയാണ്. കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്നുകൂടെ നോക്കുക കേട്ടോ. ഞാനിത് ഈ വൈ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാണേ. നമുക്കറിയാം നമ്മൾ റാങ്ക് കൊടുക്കാൻ പോവാണ്, കാരണം ഈ ക്വസ്റ്റ്യനിൽ റാങ്ക് അല്ല തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 81 ആണ് ഇതിലെ ഏറ്റവും വലിയ വാല്യൂ. 81ന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്ത്. പിന്നെ വരുന്നത് 70 ആണ്. 70 ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അപ്പൊ അതിന് നമ്മൾ സെക്കൻഡ് റാങ്ക് കൊടുത്ത്. അടുത്തത് 68 ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 68 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 68 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഫസ്റ്റ് റാങ്ക് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു, സെക്കൻഡ് റാങ്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ള 2 റാങ്കുകൾ, അഥവാ 2 തവണ അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി നമുക്ക് കൊടുക്കാനുള്ള 2 റാങ്കുകൾ എന്ന് പറയുന്നത് തേർഡും ഫോർത്തും ആണ്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് കൊടുത്തു, സെക്കൻഡ് റാങ്ക് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് തേർഡും ഫോർത്തും ആണ്. അപ്പൊ നമ്മൾ അത് എഴുതി, തേർഡ് റാങ്ക് കൊടുക്കണം, അതുപോലെ ഫോർത്ത് റാങ്ക് കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ മീൻ കാണാണ്, അതിന്റെ മിഡിൽ വാല്യൂ കാണാണ്. അപ്പോൾ 3 + 4 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 2 എന്ന് കണ്ടു. അപ്പൊ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്കറിയാം 7 എന്ന് കിട്ടും. 7/2 എന്ന് കാണുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 3.5. ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ആക്കുക കേട്ടോ, സൗണ്ട് ആരോ ഒരാൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3.5 ആണ്. ആ 3.5 2 68നും നമ്മൾ അപ്ലൈ ചെയ്യും. 3.5 ഈ 68നും കൊടുക്കും, ഈ 68നും കൊടുക്കും. ഇങ്ങനെയാണ്
റിപ്പീറ്റഡ് റാങ്ക് ചെയ്യുന്നത്. സപ്പോസ് ഇനി ഒരു 68 കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചോളി. ഇതാ നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു 6 വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ 3 68 ഉണ്ട് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യനിൽ 3 68 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാ? ഒന്നും കൂടെ നോക്കിയേ. ഇപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 68 ആണ് ഉള്ളത് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ റാങ്ക് കൊടുക്കുന്നത് നമുക്കറിയാം. വീണ്ടും ഞാൻ ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യാണ്. നോക്കി, നമുക്കറിയാം വലിയ വാല്യൂ 81 ആണ്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. രണ്ടാമത്തെ വാല്യൂ 70 ആണ്, അത് നമ്മൾ സെക്കൻഡ് റാങ്ക് കൊടുത്തു. മൂന്നാമത്തെ വാല്യൂ 68 ആണ്. 68 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോളൂ സപ്പോസ്. അപ്പൊ ഇനി നമുക്ക് കൊടുക്കാൻ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഫസ്റ്റ് റാങ്ക് ഓൾറെഡി നമ്മൾ കൊടുത്തു, സെക്കൻഡ് റാങ്ക് ഓൾറെഡി കൊടുത്തു. ഇനി കൊടുക്കാനുള്ള 3 റാങ്കുകൾ തേർഡ് റാങ്ക് ഉണ്ട്, ഫോർത്ത് റാങ്ക് ഉണ്ട്, ഫിഫ്ത്ത് റാങ്ക് ഉണ്ട്. ഇതെന്തിനാ 3 എഴുതിയേ? 68 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തേർഡ് റാങ്ക് നമ്മൾ എടുത്തു, ഫോർത്ത് റാങ്ക് നമ്മൾ എടുത്തു, ഫിഫ്ത്ത് റാങ്ക് നമ്മൾ എടുത്തു. അത് 3 കൂടെ നമ്മൾ ആഡ് ചെയ്യുക. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. എന്നിട്ട് ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്യുക. 3 എന്ന് ചെയ്യുക കേട്ടോ. ഡിവൈഡ് ബൈ 3 എന്ന്. ഓക്കെ, അപ്പോ 4 3 5 കൂട്ടിയാൽ 7 10 12 എന്ന് കിട്ടും അല്ലെ? 12 ബൈ 3 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 4 ആണ്. ഈ 4 എന്നുള്ള റാങ്ക് ആണ് നമ്മൾ ആ 3 68നും നൽകേണ്ടത്. 4 ഇവിടെയും കൊടുക്കുക, 4 ഇവിടെയും കൊടുക്കുക, 4. 3 68നും 4 എന്നാണ് നമ്മൾ നൽകേണ്ടത്. ഇതാണ് ഇതിന്റെ റൂൾ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം എല്ലാവരും ഒന്ന് എഴുതിയെടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം, നമുക്കത് ഒരുമിച്ചൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എഴുതിയെടുക്കല്ലായിരുന്നു കേട്ടോ. 2 മിനിറ്റ് ചെറിയൊരു ഗ്യാപ്പ് തരുന്നുണ്ട്. ആ പ്രോബ്ലം ഒന്ന് എഴുതാൻ വേണ്ടിയുള്ള ചെറിയൊരു ടൈം തരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കല്ലാവരും. കോറിലേഷനിലെ ലാസ്റ്റ് പാട്ടാ അത് സാറേ? റിഗ്രഷനിലെ റിഗ്രഷൻ തുടങ്ങിയില്ല, അത് കോറിലേഷൻ എന്നാ. സാറേ ക്വസ്റ്റ്യൻ ഇത് കോറിലേഷന്റെ ലാസ്റ്റ് ഭാഗം. റിഗ്രഷനിക്ക് എത്തിയിട്ടില്ല കേട്ടാ. റിഗ്രഷനൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാണുന്നില്ലേ? കാണുന്നില്ലേ? ഒന്ന് ഇപ്പൊ വന്നു, പോയി ഉണ്ടായി. ഓക്കെ, ഒന്ന് സ്പീഡ് ആക്കുക കേട്ടോ. കഴിഞ്ഞു സാറേ. ഓക്കെ, റെഡി. ഇനി നമ്മള് കൂടെ റിപ്പീറ്റ് ചെയ്യണേ. ഒന്നും കൂടെ ഒന്ന് സ്പീഡ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ വൈ എഴുതിയിട്ടുണ്ടാവും. ഒരു ഹെഡിങ്, മൂന്നാമത്തെ കോളം റാങ്ക് എക്സ്, ഒരു ഹെഡിങ് കൊടുക്കുക. റാങ്ക് കൊടുക്കുകയാണെ. രണ്ടാമത്തെ 75 അല്ലേ? ഓക്കെ, ഇപ്പം എൻ്റെ ഒപ്പം എഴുതി പോവുക കേട്ടോ. എൻ്റെ ഒപ്പം എഴുതി പോവുക. 75 ആണ് രണ്ടാമത്തത്, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ അവിടെ സൈഡില് നിങ്ങൾ പ്രോബ്ലം എഴുതിയിട്ട് കാണിക്കട്ടോ, അല്ലെങ്കിൽ ഡൗട്ട് വരെ. അപ്പൊ രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ള റാങ്കുകൾ 2ഉം 3ഉം ആണ്. ആ സൈഡിൽ ഇതുപോലെ തന്നെ എഴുതിയാണ് 2 + 3 എന്ന് എഴുതുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുക. അപ്പൊ നമുക്ക് 5/2 എന്ന് വരും, 5/2 എന്ന് വരും. അപ്പൊ നമുക്ക്
5 ചെയ്യുമ്പോൾ 2.5 എന്ന് വരും. അത് നിങ്ങൾ സൈഡിൽ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഡാഷിന്റെ മുകളിൽ 5, ഒരു മുകളിലല്ല നേരെ നിങ്ങൾ നോട്ടിൽ അങ്ങനെ എഴുതാം കേട്ടോ. 75ന്റെ നേരെ 2.5 എഴുതാം, അഗൈൻ 2.5 എഴുതാം. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? 75 വരെ ഓക്കെ ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും സാർ. ആ +3 കിട്ടിയതൊന്ന് പറയോ എങ്ങനെയാണ്? 80ക്ക് നമ്മൾ ഒന്നാമത്തെ റാങ്ക് കൊടുത്തല്ലോ. 80 ആണ് ഏറ്റവും വലിയ വാല്യൂ, അതിന് ഒന്നാമത്തെ റാങ്ക് കൊടുത്തു. ഇനി അടുത്തത് കൊടുക്കാനുള്ളത് 75നാണ്. പക്ഷെ 75 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റാങ്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാ? രണ്ടാമത്തെ റാങ്ക്. 75 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ റാങ്കും മൂന്നാമത്തെ റാങ്കും. അതാണ് ഈ 2, 3 എഴുതിയത്. 2, 3 എന്ന് പറഞ്ഞാൽ റാങ്ക് നമ്പർ ആട്ടോ. രണ്ടാമത്തെ റാങ്കും മൂന്നാമത്തെ റാങ്കും. ഇനി 75 3 വട്ടം ഉണ്ടെന്ന് വെച്ചോളി. അപ്പോൾ രണ്ടാമത്തെ റാങ്കും മൂന്നാമത്തെ റാങ്കും നാലാമത്തെ റാങ്കും അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആണോ? 2, 3 എഴുതിയത് ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ, റെഡി. അപ്പോ 75 കഴിഞ്ഞിട്ടു. അപ്പൊ രണ്ടാമത്തെ റാങ്ക് ഓൾറെഡി നമ്മൾ എഴുതി വരണേ നിർബന്ധമാണ്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത്, അപ്പൊ 2, 3 കഴിഞ്ഞു. ഇനി നാലാമത്തെ റാങ്കാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ 68 ലെവലിൽ. ഓക്കെ, 68ന് റാങ്ക് നമ്പർ 4 എന്ന് കൊടുത്തു. കാരണം 2, 3 കേട്ടോ, 2, 3 ഓൾറെഡി നമ്മൾ എഴുതി അല്ലെ? അതാണ് നമ്മൾ 2.5 എന്ന് പറഞ്ഞിട്ട് 2, 3ന്റെയാണ് എഴുതിയിട്ടുള്ളത്. അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി നാലാമത്തെ റാങ്ക് 68 കൊടുത്തു. ദെൻ 64 ആണ് അടുത്തത്. അതൊന്ന് ശ്രദ്ധിക്കട്ടോ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. 64 ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നോക്ക് കേട്ടോ, 64 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. സോറി, 2 അല്ല 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഏതുവരെ റാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിലവിൽ കൊടുത്തിട്ടുണ്ട് 1, 2, 3 അങ്ങനെ ഏതുവരെ എത്തിയിട്ടുണ്ട്? 4 വരെ എത്തിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 4 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാനുള്ള റാങ്ക് 4 വരെ ഓൾറെഡി എത്തി. ഇനി കൊടുക്കാനുള്ള റാങ്ക് ഏതാണ്? 5. 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ 5 എഴുതണം, 6 എഴുതണം, 7 എഴുതണം. ഇത് എന്തുകൊണ്ടാണ് 3 വട്ടം എഴുതിയേ, അല്ലെങ്കിൽ 3 എണ്ണം എഴുതിയേ? 64 2 64 3. അതുകൊണ്ട് നമ്മൾ 5ാമത്തെ റാങ്ക്, 6ാമത്തെ റാങ്ക്, 7ാമത്തെ റാങ്ക് അത് 3 എഴുതി. ഇനി 4 തവണ ഉണ്ടെങ്കിലോ അപ്പുറത്ത് 8 കൂടെ എഴുതേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ 3 വാല്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഡിവൈഡ് എഴുതുക. ഇത് നിങ്ങൾ സൈഡിൽ എഴുതണം കേട്ടോ. 64 എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ എഴുതിയാൽ മതി. 5 + 6 + 7 ഡിവൈഡ് ബൈ 3. 3 18 അല്ലെ? 18/3 എന്ന് കിട്ടും. 18/3. അപ്പൊ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. 6 അല്ലെ? 18/3 ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 64ന് മുകളിൽ 3 എണ്ണത്തിലും 3 64ന് മുകളിലും 6 6 6 എന്ന് എഴുതി വെക്കും. ക്ലിയർ ആണോ? ഈ 6 എഴുതിയത് ക്ലിയർ ആണോ? നമുക്ക് റാങ്ക് കഴിഞ്ഞു, 7ാമത്തെ റാങ്ക് കഴിഞ്ഞു. ഇനി വരുന്നത് 8ാമത്തെ റാങ്കാണ്. അത് ഇനി ആർക്ക് കൊടുക്കും? നമ്മൾ അങ്ങനെ 55 ആണ്. 55ന് റാങ്ക് 8 എന്ന് കൊടുത്തു. ദെൻ 50ക്ക് റാങ്ക് 9 എന്ന് കൊടുത്തു. ദെൻ 40ക്ക് റാങ്ക് 10 എന്ന് കൊടുത്തു. ഈ റാങ്ക് കൊടുത്ത് കറക്റ്റ് അല്ലേ? ഈ 10 വരെ കൊടുത്ത് ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും. ക്ലിയർ ആണ് സാർ. റെഡി. അങ്ങനെയാണെങ്കിൽ അപ്പൊ എക്സ് ഇപ്പൊ നിങ്ങൾ 3 കോളം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. എക്സ് എന്നുള്ള ഒരു കോളം, വൈ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്ന ഒരു കോളം. ഇനി തൊട്ടടുത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും റാങ്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്തൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി തൊട്ടടുത്ത് 4ാമത്തെ കോളം റാങ്ക് വൈ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് കോളം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക.
റാങ്ക് വൈ, വൈയുടെ റാങ്ക് വൈയും ഇതുപോലെ തന്നെ നമുക്ക് റാങ്ക് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണേ, എൻ്റെ ഒപ്പം തന്നെ എഴുതാം കേട്ടോ നിങ്ങൾ. വൈയുടെ റാങ്ക് നമുക്കറിയാം ഏറ്റവും വലിയ വാല്യൂ 81 ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് വരുന്നത് 70 ആണല്ലേ? യെസ്, 70 ആണ്. അപ്പൊ 70ക്ക് നമ്മൾ സെക്കൻഡ് റാങ്ക് എന്ന് കൊടുത്തു. 70 എൻ്റെ ഒപ്പം തന്നെ എഴുതി വരാം കേട്ടോ. 70ക്ക് സെക്കൻഡ് റാങ്ക് എന്ന് കൊടുത്തു. പിന്നെ വരുന്നത് 68 ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 68 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തവണ, 2 തവണ അല്ലെ? 2 തവണ 68 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 തവണ. അപ്പൊ ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇനി നമുക്ക് കൊടുക്കാനുള്ള റാങ്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്ക് കൊടുത്താൽ ഇനി കൊടുക്കാനുള്ള റാങ്കുകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉം. യെസ്, 3ഉം 4ഉം അതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ? അഥവാ 2 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 3ഉം 4ഉം നമ്മൾ എഴുതി. അപ്പൊ നമ്മൾ റാങ്ക് കാണാൻ വേണ്ടിയിട്ട് 3 + 4 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുക. അപ്പൊ നമുക്കറിയാം 7/2 എന്ന് കിട്ടും, 7/2 എന്ന് കിട്ടും. 7/2 എന്ന് പറയുന്നത് നമുക്കറിയാം 3.5 ആണ്. അപ്പൊ നമ്മൾ ആൻസർ 3.5 എന്ന് എഴുതി. ആ 3.5 2 68ന്റെ മുകളിൽ എഴുതണം, മറക്കരുത്. നമ്മൾ ഇവിടെ എഴുതി 3.5. അതേപോലെ തന്നെ അടുത്ത 68ന്റെ മുകളിൽ നേരെ എഴുതി 3.5. അപ്പൊ റാങ്കുകൾ ഇനി ഒന്നൊന്ന് പറയാൻ പറ്റുമോ? ഇനി അടുത്തത് ഏത് റാങ്കാണ് നമ്മൾ എഴുതേണ്ടത്? 5. യെസ്, 5 ആണ്. കാരണം 3 ഓൾറെഡി നമ്മൾ എഴുതി, 4 ഓൾറെഡി എഴുതി. 5ാമത്തെ റാങ്കാണ് ഇനി എഴുതേണ്ടത്. 5ാമത്തെ റാങ്ക് നമ്മൾ ആർക്ക് കൊടുക്കും? 62 അല്ലേ? യെസ്, ഐ തിങ്ക് അല്ലേ? ഞാൻ എഴുതുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറയണേ. 5ാമത്തെ റാങ്ക് 62ന് കൊടുത്തു. 6ാമത്തെ റാങ്ക് 60ന് കൊടുത്തു. 7ാമത്തെ റാങ്ക് 50 അല്ലേ? അല്ല സോറി, 58. 7ാമത്തെ റാങ്ക് 58ന് കൊടുത്തു. 8ാമത്തെ റാങ്ക് 50ന് കൊടുത്തു. റാങ്ക് നമ്പർ 9 45 അല്ല 48 അല്ലേ? 48ന് കൊടുത്തു. 10ാമത്തെ റാങ്ക് 45ന് കൊടുത്തു. വൈയുടെ റാങ്ക് കൊടുത്തത് ക്ലിയർ ആണോ? വൈയുടെ റാങ്ക് കൊടുത്തത് ക്ലിയർ ആണോ? യെസ്. ഇനി ജസ്റ്റ് നോക്കിയേ, ഇതിന്റെ ആൻസർ ഈ കോളം മാത്രം കേട്ടോ, ബാക്കിയൊന്നും നിങ്ങൾ നോക്കല്ല, കോളം മാത്രം നോക്കിയേ. റാങ്ക് ഓഫ് എക്സ് നമ്മൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ കൊടുത്ത അതേപോലെ തന്നെ അല്ലേ? 4, 6, 2.5, 9, 6, 1, 2.5, 10, 8, 6 നിങ്ങൾ എഴുതിയ ജസ്റ്റ് നോക്കുക കേട്ടോ. കറക്റ്റ് അല്ലേ? ഇതിന്റെ ആൻസർ ആണ്, കറക്റ്റ് അല്ലേ? ഓക്കെ, റെഡി. ഇനി റാങ്ക് ഓഫ് വൈ നോക്കേ. 5, 7, 3.5, 10, 1, 6, again 3.5, 9, 8, 2 കറക്റ്റ് അല്ലേ? നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, റെഡി. ഇനി നോക്കി, ഇനി നമുക്കറിയാം 2 റാങ്ക് കിട്ടി. 2 റാങ്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഈ 2 റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റാങ്ക് 4 ആണ്, റാങ്ക് 5 ആണ്. 4, 5 നമ്മളെ ഡിഫറൻസ് 1 നമ്മൾ എഴുതി, 1. അടുത്തത് റാങ്ക് 6ഉം റാങ്ക് 7ഉം നമ്മളെ ഡിഫറൻസ് 1. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതി വരിക കേട്ടോ. പിന്നെ 2.5 ആണ്, ഇവിടെ 3.5 ആണ്, അപ്പോൾ ഡിഫറൻസ് 1. പിന്നെ ഇവിടെ 9 ആണ്, ഇവിടെ 10 ആണ്, ഡിഫറൻസ് 1. ഇതൊക്കെ ഡിഫറൻസ് 1 ആട്ടോ. പിന്നെ അടുത്തത് റാങ്ക് 6ഉം റാങ്ക് 1ഉം 6ഉം 1ഉം നമ്മളെ ഡിഫറൻസ് 5. അപ്പൊ ഇവിടെ എൻ്റെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ. ചിലപ്പോൾ വോയിസ് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ശ്രദ്ധിക്കണേ. സ്ട്രോങ് മഴയാണ്. നെക്സ്റ്റ് 1ഉം 6ഉം അപ്പൊ ഡിഫറൻസ് 5. അതുപോലെ തന്നെ 2.5ഉം 3.5ഉം ഡിഫറൻസ് 1. 10, 9 ഡിഫറൻസ് 1. പിന്നെ ഇവിടെ രണ്ടും 8 വീണ്ടും 8 ആണ്, അപ്പൊ ഡിഫറൻസ് 0. ദെൻ 6ഉം 2 ആണ്, അപ്പൊ ഡിഫറൻസ് 4. ഈ ഡി കിട്ടിയത് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസ് പറയാം, ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമുക്കറിയാം തൊട്ടടുത്ത കോളം d² കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലെ? ഇവിടെ 1ന്റെ സ്ക്വയർ 1,
അങ്ങനെ ഇതിലൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഒന്നാണ്. 5ന്റെ സ്ക്വയർ 25, അഗൈൻ 5ന്റെ സ്ക്വയർ 25, ഇവിടെ 1, 4ന്റെ സ്ക്വയർ 14. അങ്ങനെ ഡി സ്ക്വയറിന്റെ സിഗ്മ 72 എന്ന് നമുക്ക് കിട്ടി. ഡി സ്ക്വയറിന്റെ സിഗ്മ 72 എന്ന് കിട്ടി. അതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? 72 വരെ ഓക്കെ അല്ലേ? യെസ് സർ. റെഡി? ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇവിടെ നല്ല സൗണ്ടാണ്. 2 മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. അല്ല, മഴ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. വോയിസ് ക്ലിയർ അല്ലേ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നാലേ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എഴുതറ് ഒന്ന് നോക്കാട്ടോ. ഈ താഴെയുള്ള ഈ ഭാഗം ഒന്ന് എഴുതിയെടുക്ക്. ഞാൻ റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട്, ഷട്ടർ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആരും എഴുതിയുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ എഴുതി എന്നുള്ള ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കെ. ഒരു കേട്ടോ, മഴ ഒന്ന് ചെറുതായിട്ട് എന്നിട്ട് വരാം. അതുവരെ നിങ്ങൾ ആ സിഗ്മ ഡി സ്ക്വയർ മുതലല്ലേ എഴുതണ്ടേ?
ഹലോ, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ? വോയിസ് സ്ക്രീൻ ഓക്കെ ആണോ? ആണ്, ഓക്കെ. ഓക്കെ, റെഡി. എന്നാലേ നിങ്ങളിപ്പോൾ അത് എഴുതിയിട്ടുണ്ടാവും. ഇനി അത് എന്താന്നുള്ളത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കേ. നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ തന്നെയാണ്, പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം, നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ വിശദീകരിക്കണേ. സ്പിയർമാൻ റാങ്ക് കോറിലേഷന്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നുള്ളതാണ്. പക്ഷേ റിപ്പീറ്റഡ് റാങ്ക് വരുമ്പോൾ ഇക്വേഷൻ അത് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ? എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12. ബാക്കിയൊക്കെ സെയിം ആട്ടോ, ബാക്കിയൊക്കെ സെയിം ആണ്. ഈ ഒരു സാധനമാണ്, അതായത് പ്ലസ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12. ഈ ഇക്വേഷൻ നിങ്ങൾ അവിടെ എഴുതി വെക്കുക കേട്ടോ. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12 ഓൾ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇത് പുതിയ സാധനം എന്നല്ലേ, പഴയ ഇക്വേഷൻ ആണ്. പക്ഷെ അതിൽ എക്സ്ട്രാ വരുന്നതാണ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12 എന്നുള്ളതാണ്. ഇതൊന്ന് എഴുതിയെടുക്ക്. എഴുതിയാലോ അല്ലെ? എഴുതിയില്ലേ? ഹലോ, എഴുതി. റെഡി. എന്നാല് ഇനി ശരിക്കും ശ്രദ്ധിക്കും കേട്ടോ. ക്യൂബ് മൈനസ് എം എന്ന് പറഞ്ഞാല് നമ്മള് ഓരോ വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് എം, അഥവാ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ. മനസ്സിലായിട്ടില്ല? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യട്ടെ. ഫസ്റ്റ് കറക്റ്റ് ശ്രദ്ധിക്കണേ. പറഞ്ഞോളൂ. റിപ്പീറ്റ് ചെയ്തത് മീൻസ് വാല്യൂ. ഇതിൽ ഈ വാല്യൂല് റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? വോയിസ് കട്ട് ആവുന്നുണ്ട് സാർ. ഹലോ. ഓക്കെ, ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ ആണോ? ഓക്കെ, റെഡി. എന്നാൽ എന്റെ ചോദ്യം കറക്റ്റ് ചോദ്യം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്ത എക്സില് റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തത് ഓക്കെ 75 ആണ് അല്ലെ? യെസ്. പിന്നെ എക്സിൽ റിപ്പീറ്റ് ചെയ്ത അടുത്ത വാല്യൂ ഏതാ? 75 ഒന്ന് സമ്മതിച്ചു. യെസ്, 68 അല്ലേ? 68.
പിന്നെ വൈയിൽ റിപ്പീറ്റ് ചെയ്തത് ഏതാണ്? വൈയിൽ റിപ്പീറ്റ് ചെയ്തത് ആ വാല്യൂ വൈയിൽ റിപ്പീറ്റ് ചെയ്തത് യെസ് 60 വൈയില് ഓക്കെ. ഇനി നോക്കുക കേട്ടോ, നോക്ക് കറക്റ്റ് ശ്രദ്ധിക്കേ. ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? വോയിസ് സ്ക്രീനും ക്ലിയർ ആണോ? രണ്ടും ക്ലിയറാ. നോക്കട്ടോ, നിങ്ങൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്തത് 175 അപ്പൊ എന്റെ ചോദ്യം 75 ഇതാ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എം എന്ന് പറയുന്നത് 2. 75 റിപ്പീറ്റ് ചെയ്തത് അല്ലെ? 75 റിപ്പീറ്റ് ചെയ്തത്. ആ സംഖ്യ നമ്മൾ നോക്കണ്ട, 2 ഒരു എം 2 കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ റിപ്പീറ്റ് ചെയ്തത് 64 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മള് 64 ഈ 64 എഴുതണമെന്നൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 3 തവണ. അപ്പൊ അവിടെ എം എന്ന് പറയുന്നത് 3 എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നതിനാണ് എം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 64 3 തവണ റിപ്പീറ്റ് ചെയ്തു. കറക്റ്റ് 2 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അവിടെ 75 എഴുതിയിട്ട് അതിന്റെ നേരെ 2 നേടി. ഇതിങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഇവിടെ എന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതി പോവാ കേട്ടോ. 75 2 തവണ റിപ്പീറ്റ് ചെയ്തു, 63 തവണ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതിൽ കഴിഞ്ഞല്ലോ അല്ലെ? ഇനി വൈയിൽ ഏതാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? 68 അല്ലെ? യെസ്, 68 2 തവണ അല്ലെ? ഓക്കെ, അപ്പൊ 68 2 തവണ റിപ്പീറ്റ് ചെയ്തു, 2 തവണ റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെ താഴെ എഴുതി കൊടുക്കുക കേട്ടോ. റിപ്പീറ്റഡ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. 68 2 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇതിനാണ് എം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 3 2 ഇതിനാണ് എം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? എം ക്യൂബ് മൈനസ് എം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എണ്ണത്തിന്റെയും എം ക്യൂബ് കാണണം. നോക്കിയേ. ഇനി ഞാൻ അതിലേക്ക് വരികയാണെ. ഇത് എഴുതി കറക്റ്റ് നോക്കിയേ. 75 നമ്മളിപ്പോ എഴുതിയ തന്നെയാണ് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എം 2 ആയിട്ട് എടുത്തു. അടുത്തത് 64 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എം 3 എന്നെടുത്തു. നെക്സ്റ്റ് 68 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എം 2 എന്നെടുത്തു. ഇത് ക്ലിയർ ആണോ? ഞാനിപ്പോ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് പറയാവേ? അപ്പൊ അതിൽ എക്സ് വൈ ഒന്നും നോക്കൂല കേട്ടോ. എക്സ് 2 ഉണ്ട്, വൈയില് 2 ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കൂല. ടോട്ടൽ ആ ക്വസ്റ്റ്യൻ അതിൽ എക്സും പെടും വൈയും പെടും. എത്ര തവണ നമ്മൾ എഴുതിയെടുത്തു. ഇനി നോക്കാം, എം ക്യൂബ് മൈനസ് നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടെ നോക്കിയേ. എം ക്യൂബ് മൈനസ് എം ആണ്. ഡിവൈഡ് ബൈ 2 അവിടെ കേട്ടോ, അത് ലാസ്റ്റ് ചെയ്യാം. എം ക്യൂബ് മൈനസ് എം ആണല്ലോ, അത് നമ്മൾ കാണാം. നോക്കിയേ, ഇവിടെ 2 അല്ലേ എം എന്ന് പറയുന്നത്? അപ്പൊ എം ക്യൂബ് മൈനസ് എം അഥവാ 2 ക്യൂബ് മൈനസ് 2 ക്യൂബ് പറഞ്ഞാൽ 2 × 2 × 2. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ എം ക്യൂബ് മൈനസ് എം ആണല്ലോ, അപ്പൊ എം 2 ആണെന്ന് കിട്ടി. അപ്പൊ 2 ക്യൂബ് മൈനസ് 2 ക്യൂബ് ആർക്കൊക്കെ ഒന്ന് കാണാൻ പറ്റും? ഒന്ന് കാൽക്കുലേറ്റർ നോക്കിയേ. 2 ക്യൂബ് പറയുന്നത് 2 × 2 × 2 എത്രയാണ് വരിക? 2 × 2 4 × 2 8 അല്ലെ? 8 അല്ലേ വരിക? 8ന്ന് 2 കുറച്ച് എത്ര കിട്ടും അല്ലെ? എം ക്യൂബ് മൈനസ് എം ആണ്. 8ന്ന് 2 കുറച്ചാൽ നമുക്കറിയാം 8 മൈനസ് 2 = 6 എന്ന് കിട്ടും. 6 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇവിടെ എം പറയുന്നത് 3 ആണ്, കാരണം 3 തവണയാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ അവിടെ എം ക്യൂബ് അഥവാ 3 ക്യൂബ് മൈനസ് എം എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. 3 തന്നെയാണ് = 3 ക്യൂബ് ഒന്ന് കണ്ടാണ് എല്ലാവരും. 3 ക്യൂബ് 3 × 3 × 3 എത്ര വരും? 27 27
മൈനസ് 3. 27 മൈനസ് 3 is equal to 24 എന്ന് വരും അല്ലേ? 24 എന്ന് വരും. 24. ഇതിനെ അങ്ങനെ മൗസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അതാണ് ഒരു കറക്റ്റ് കിട്ടാത്തത്. പിന്നെ അടുത്തത് 2 ആണ്. 2 ഓൾറെഡി നമ്മൾ മുകളിൽ കണ്ടിട്ടുണ്ട്. അത് ഇനി ഞാൻ ചെയ്യുന്നില്ല. 6 ആണ് അതിന്റെ ആൻസർ. ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ കണ്ട അതേ ആൻസർ. ഒന്ന് 6 എന്ന് കിട്ടി, ഒന്ന് 24 എന്ന് കിട്ടി, അഗൈൻ 6 എന്ന് കിട്ടി. ഇത് ഓക്കെ ആണോ? എം ക്യൂബ് മൈനസ് എം ചെയ്തത് ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ, റെഡി. ഇനി എന്ത് ചെയ്യാ അറിയോ? അത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. 6ഉം 24ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ ഐ തിങ്ക് 36 എന്ന് കിട്ടും അല്ലെ? 36 എന്ന് കിട്ടും. ഓക്കെ, അത് അവിടെ ഓർത്ത് വെക്കുക. 36 അവിടെ വെക്കുക. ഇനി വീണ്ടും നമ്മൾ ഇക്വേഷനിലേക്ക്, ഇത് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് 3 ക്യൂബ് മൈനസ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണ്. അതില് 6 നമുക്കറിയാം വാല്യൂ അത് തന്നെയാണ്. സിഗ്മ ഡി സ്ക്വയർ ഓൾറെഡി ഇതാ നോക്കി ആ കോളത്തിൽ നോക്കിയാൽ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സിഗ്മ ഡി സ്ക്വയർ 72 ആണ്. ഇനി എം ക്യൂബ് മൈനസ് എം അത് ഓൾറെഡി വെച്ചിട്ടുണ്ട് 36 ആണ്. അപ്പൊ 36 ഇതാണ് എം ക്യൂബ് മൈനസ് എം കേട്ടോ. ഡിവൈഡ് ബൈ 12 എഴുതാൻ മറക്കരുത്. ഡിവൈഡ് ബൈ 12 വന്നിട്ടുണ്ട്. 10 ഇൻറ്റു n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 100 മൈനസ് 1. വീണ്ടും അത് വർക്ക്ഔട്ട് ചെയ്യാം. 36 ഡിവൈഡ് ബൈ 12 ഒന്ന് നോക്കിയേ. 36 ഡിവൈഡ് ബൈ 12 36 ഡിവൈഡ് ബൈ 12 3 അല്ലേ സർ? 3 ആണ്. 3 കൂടെ കൂട്ടിയാല് 72, 3 കൂടെ കൂട്ടിയാല് 75 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇവിടെ 36 ഡിവൈഡഡ് ബൈ 12 3 എന്ന് കിട്ടും. 3 എന്നിട്ട് 72 3 കൂടെ ആഡ് ചെയ്യുക 75 എന്ന് കിട്ടും. ആ വാല്യൂനെയാണ് ആറായിട്ട് ഗുണിക്കേണ്ടത് കേട്ടോ. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം ചെയ്യണം. നമ്മുടെ കണക്കിന്റെ നിയമമാണത്. ഓക്കെ, 6 ഇൻറ്റു 75 ബൈ ഇവിടെ നോക്കിയേ. 100 1 കുറച്ചാല് 99 അല്ലെ? 100 1 കുറച്ചാൽ 99 എന്ന് കിട്ടും. 6 ഇൻറ്റു 75 ബൈ 990. നമ്മൾ എന്ത് ചെയ്യും? 6 ഇൻറ്റു 75 കാണും. അതിനെ ഡിവൈഡ് ബൈ 990 എന്ന് ചെയ്താൽ 0.545 എന്ന് കിട്ടും. ഈ പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും കാൽക്കുലേഷന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ എം ക്യൂബിന്റെ സെക്ഷൻ ഒന്ന് പറഞ്ഞുതരും ഒന്നുകൂടെ? ഓക്കെ, ഷുവർ. ക്യൂബ് കിട്ടിയത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ. ഇത് റിപ്പീറ്റഡ് റാങ്ക് വരുമ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മെയിൻ ചെയ്യണ്ട. സദാ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. എക്സാം ചെയ്തിട്ടും ചോദിച്ചിട്ടുണ്ട്, ചെയ്യാതെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഏതൊക്കെ ആണ് റിപ്പീറ്റ് ചെയ്തത് എന്നെടുക്കുക. ഇപ്പൊ ഇവിടെ നമുക്കറിയാം 2 തവണ. പിന്നെ 64 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 3 തവണ. എക്സിൽ അത്രേ ഉള്ളൂ. വൈയില് 68 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 2 തവണ. അപ്പൊ നമ്മൾ അത് എഴുതിയെടുക്കുകയാണ്. 75 2 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അവിടെ എം നമുക്ക് 2 എന്നെടുക്കാം. എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നതിനാണ് എം എന്ന് പറയുന്നത്. ഇവിടെ 64 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 3 തവണ. അതുകൊണ്ട് നമ്മൾ എം 3 എന്നെടുത്തു. വീണ്ടും 68 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 2 തവണ. അപ്പൊ അവിടെ എം 2 എന്നെടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യാണ്, നമുക്കറിയാം നമ്മുടെ ഇക്വേഷന് എം ക്യൂബ് മൈനസ് എം എന്നതാണ്. ക്യൂബ് മൈനസ് 2 2 എന്ന് കിട്ടും. 8 2 കുറച്ചാൽ നമുക്കറിയാം ഇവിടെ 3 ആണ്. അപ്പൊ നമ്മൾ വീണ്ടും എഴുതി 3 ക്യൂബ് മൈനസ് 3.
3 ക്യൂബ് ചെയ്യുമ്പോൾ 7 എന്നാണ് കിട്ടുക. 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 27 എന്ന് കിട്ടും. 3 ലെസ് ചെയ്താൽ 24 എന്ന് കിട്ടും. രണ്ടാമത്തത് 24. Again, നമുക്കറിയാം 68 റിപ്പീറ്റ് ചെയ്തത് 2 തവണ. ക്യൂബ് കാരണം 2 തവണയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. 2 ക്യൂബ് മൈനസ് 2 8 എന്ന് കിട്ടും. 8ൽ നിന്ന് 2 കുറച്ചാൽ 6 എന്ന് കിട്ടും. അപ്പൊ അതോടുകൂടെ എം പൂർത്തിയായി. ഫുൾ എമ്മുകൾ നമുക്ക് കിട്ടി. ഇനി അതങ്ങോട്ട് ടോട്ടൽ ആഡ് ചെയ്യാം. 24ഉം 6ഉം കൂട്ടിയാൽ 36 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ. 6 നമുക്കറിയാം. സിഗ്മ ഡി സ്ക്വയർ ഓൾറെഡി നമ്മൾ ഈ കോളത്തിൽ കണ്ടുവച്ചിട്ടുണ്ട്. 72. അപ്പോ 6 സിഗ്മ ഡി സ്ക്വയർ. അപ്പൊ 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ 72 ആണ്. പ്ലസ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12. എം ക്യൂബ് മൈനസ് എം ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 36 ആണ്. എന്നിട്ട് ഡിവൈഡ് ബൈ 12 ചെയ്യാം. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒന്നും കൂടെ സിമ്പിൾ ആവാൻ ഏറ്റവും നല്ലത് എന്താ അറിയോ? ഈ ഇക്വേഷൻ ഇവിടെ എഴുതണ്ട. 36ന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യാറിയോ? അങ്ങനെ ചെയ്തോ കൺഫ്യൂഷൻ ഒന്നും കൂടെ പോലെ. ഇവിടെ തന്നെ ഞങ്ങൾ ഡിവൈഡ് ബൈ 12 ചെയ്യാം. 36 ഡിവൈഡ് ബൈ 12 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 36 ഡിവൈഡ് ബൈ 12 പറയുമ്പോൾ 3 അല്ലേ കിട്ടുക? ഒന്ന് നോക്കിയേ, 3 അല്ലേ കിട്ടുക? 3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറിയോ? അത് ഓൾറെഡി അവിടെ ചെയ്തു. ഏറ്റവും നല്ലതാണ് കേട്ടോ, ചെയ്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാറിയോ? അപ്പൊ ഇവിടെ 6 ഇൻറ്റു 72 പ്ലസ് ഇത് എഴുതേണ്ട ആവശ്യമില്ല, 3 എന്ന് എഴുതിയാൽ മതി അല്ലേ? ഇത് ഓൾറെഡി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ അവിടെ ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യാം? 72 പ്ലസ് 3 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടും 6 ഇൻറ്റു 75. 72 3 കൂടെ കൂട്ടിയാൽ 75 എന്ന് കിട്ടും. താഴെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. n സ്ക്വയർ അഥവാ n 10 ആണ്. അപ്പൊ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 100 എന്ന് കിട്ടും. 100 മൈനസ് 1. 100 നിന്ന് കുറച്ചാൽ 99 എന്ന് വരും. 99 ഇൻറ്റു 10 990 എന്ന് വരും. 6 ഇൻറ്റു 75 ഡിവൈഡ് ബൈ 990 കാണാം. അപ്പൊ 1.545 ആണ് കിട്ടുക. നമുക്ക് ഫൈനൽ ആൻസർ 0.545 എന്നാണ് ലഭിക്കുക. ഇനി സംശയം ചോദിക്കാവൂ. ക്ലിയർ ആണോ? ഒന്ന് പറയട്ടോ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്യുക കേട്ടോ. ഈ ക്വസ്റ്റ്യന് സെയിം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതോടുകൂടെ റാങ്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, അതിൽ റാങ്ക് ഡയറക്റ്റ് തന്നാൽ എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. റാങ്ക് തരാതെ വാല്യൂസ് തന്നാൽ ആ വാല്യൂസിൽ നിന്നും ആദ്യം നമ്മൾ റാങ്ക് എഴുതിയിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു. അതിൽ മൂന്നാമത്തെ മെത്തേഡാണ് റിപ്പീറ്റഡ് റാങ്ക് വന്നാൽ എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12 എന്നും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യേണ്ട രൂപം പഠിച്ചു. ഇതോടുകൂടെ കോറിലേഷൻ അവസാനിച്ചു. ഇനി സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് പറയാനുള്ളത് റിഗ്രഷൻ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഹെഡിങ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.